പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശിക്കെതിരെ നടപടി. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി ശശിക്ക് ഭൂരിപക്ഷമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. വിവിധ പരാതികളിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് നടപടി. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് നടപടി. സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. എസ് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, നിരവധി ആരോപണങ്ങൾ കേട്ടയാളാണ് പി കെ ശശി. ഇപ്പോഴിതാ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പി കെ ശശിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. എന്താണ് നിലവിൽ ഇത്തരത്തിലൊരു തരം താഴ്ത്തലിന് കാരണം? എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ KTDC ചെയർമാനും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് നിലവിൽ പി കെ ശശി. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ശശിയെ ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമായത്. CPM സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലായിരുന്നു തീരുമാനം. ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ്. അതിൽ കഴമ്പുണ്ടെന്ന് CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. നമുക്കറിയാം KTDC ഉൾപ്പെടെയുള്ള നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുമ്പ് അതുപോലെ തന്നെ നമുക്കറിയാം ഇയാൾക്കെതിരെ ലൈംഗികാക്ഷേപം ഉണ്ടായിരുന്നു. അതായത് DYFI വനിതാ നേതാവിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പാർട്ടി പൂർണ്ണമായും പി കെ ശശിക്കൊപ്പം നിന്നത് നമ്മൾ കണ്ടതാണ്. പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പോലും തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് AK ബാലൻ ഉൾപ്പെടെ പറഞ്ഞത് അക്കാലത്ത് വലിയ വിവാദമായത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും പാർട്ടി പൂർണ്ണമായും പി കെ ശശിക്കൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ കഴിഞ്ഞ തവണ അതിനു മുമ്പ് എം പി രാജേഷ് ഈ കാര്യത്തിൽ രാജേഷ് പി കെ ശശിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച എം പി രാജേഷിനെ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പി കെ ശശി നീക്കം നടത്തിയതുമായി പാർട്ടി കണ്ടെത്തിയിരുന്നു. അന്നും പാർട്ടിയിൽ ഒരു വിഭാഗം, അതായത് പിണറായിക്ക് സ്വാധീനമുള്ള ഒരു വിഭാഗം ആളുകൾ പി കെ ശശിക്കൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ട, അല്ലെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം വിവാദങ്ങൾ, ഇത്തരം ഗൗരവമേറിയ വിവാദങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ശശിയെ സംരക്ഷിച്ച പാർട്ടി തന്നെ ഒടുവിൽ ശശിയെ കൈവിടുന്നതാണ് കണ്ടത്. എന്തായാലും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ അർത്ഥത്തിലാണ്, എങ്ങനെയൊക്കെയാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത്, എത്ര രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ അധികാരം എങ്ങനെ ദുർവിനിയോഗം ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ശശി നിലവിൽ പാർട്ടി ബ്രാഞ്ച് അംഗമായി മാത്രം തുടരുന്ന ഒരവസ്ഥയായിരിക്കും. കാരണം നിലവിൽ അയാൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ഒപ്പം തന്നെ KTDCയുടെ ചെയർമാനുമാണ്. ഈ പദവിയിൽ നിന്നെല്ലാം തന്നെ ഇയാളെ നീക്കും. ഒപ്പം തന്നെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു, മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ ആളാണ് പി കെ ശശി. ലൈംഗികാതിക്രമം അടക്കം പി കെ ശശിക്കെതിരെ ആരോപണം വന്നിരുന്നു. ആ സമയത്ത് പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വനിത പി കെ ശശിക്കെതിരെ ലൈംഗികാതിക്രമം ആരോപണം ഉന്നയിച്ച സമയത്ത് പോലും നമ്മൾ കണ്ടതാണ്. പാർട്ടി ശശിയെ ചേർത്ത് പിടിക്കുന്ന നിലപാടായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി സംരക്ഷണം ഒരുക്കിയിരുന്നു പി കെ ശശിക്ക്. പക്ഷേ ഇപ്പോഴിതാ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിക്കെതിരെ നടപടി വന്നിരിക്കുന്നു. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി ശശിക്ക് ഭൂരിപക്ഷമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. വിവിധ പരാതികളിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് നടപടി. സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ഇപ്പോഴുണ്ടായ ഈ തരം താഴ്ത്തൽ നടപടി. സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.